വെൽക്കം ബാക്ക്. മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ നാളായി. ഞാൻ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഗൈസ് എൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ. നല്ല ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വില്ലേജൊക്കെ കയറിയിട്ടുണ്ട്. നല്ലൊരു കിടിലൻ വില്ലേജ് തന്നെയാണ്. പക്ഷേ ഈ സംഭവം എന്താ നമുക്ക് മനസ്സിലായില്ല. ഏതായാലും നമുക്ക് സെറ്റ് ചെയ്യാം. എന്താ നമുക്ക് നോക്കാം. പക്ഷെ നമ്മളിതിന് സാധനം സെറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് കാണിച്ചാൽ നമ്മളെ നോക്കും. നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ച് എന്നിട്ട് പിന്നെ നമ്മുടെ നല്ലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഔട്ടർ പോസ്റ്റ് ഉണ്ട്. പട്ടിക്ക് മാടുന്ന് വന്നാൽ കുടുങ്ങും. പക്ഷെ അമ്മയിൽ തന്നെ അമ്പും വില്ലും അല്ലേ. അപ്പം നമ്മളെന്തിനു പേടിക്കണം, കൊന്നിട്ടിടൂലേ. അപ്പോൾ ഏതായാലും നമുക്ക് 3 എണ്ണമായി. വല്ലാത്തൊരു കഥ തന്നെ. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നേരെ നമ്മൾ വന്ന കോട്ടയ്ക്കാണ്. കാരണം നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, എടുക്കാനും വേണ്ടി വന്നതാണ്. നമുക്ക് ഈറ്റൊന്ന് കുറച്ച് നേരമായി തിന്നിട്ടിട്ട്. അപ്പോൾ എന്തായാലും തിന്നിട്ട് പോവാം. ഇപ്പോൾ ഹീറ്റൊന്ന് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കയറാം. എന്താ ഗൈസ് നമ്മളെ ലോഗോ കാണാൻ പെടുന്നത് തന്നെ. പിന്നെ അവിടെ ഔട്ടർ പോസ്റ്റ് എന്താ കാണുന്ന കണ്ടില്ല കാണാൻ നമ്മൾ പോസ്റ്റ് നമ്മൾ സൂമറുണ്ട്. ഒന്ന് എടുക്കാൻ കഴിയും നോക്കട്ടിട്ട് സൂമർ. അതാണ് നമ്മൾ സൂമർ എടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. ചെറിയ പണി എത്തിയിട്ടാണ് ഒന്ന് റെഡി. സാധനം എടുക്കാനും വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് വന്നു. ഇതാണ് ഔട്ടർ പോസ്റ്റ്. നൈറ്റ് ആയിട്ടാണ് അത് കാണാത്ത. അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ ഗൈസ്. കാരണം വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ ഗൈസ്. വീട്ടിലേക്ക് പോകണം. ഇതെന്താ അത് ഇറങ്ങാത്ത ഇറങ്ങാടോ. അപ്പോൾ നമ്മളെ നേരെ ഇറങ്ങിയിട്ടുണ്ട്. നേരെ പായ വീട്ടിൽ അറ്റാക്ക് ചെയ്യാൻ വരും. കിട്ടി കെട്ടുമ്പോൾ ഉറങ്ങി എണീച്ചപ്പോഴാണ് ഈ സംഭവം നമ്മൾ കണ്ടേ. ആരാണെന്ന് അറിയില്ല ഗൈസ്. ഏതായാലും ഇവിടെ സോംബിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് സോംബിനെ മെല്ലെ കില്ല് ചെയ്തിട്ടുണ്ടാകും നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. നമുക്ക് നേരെ കില്ല് ചെയ്തിടാം. നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഗോൾഡൻ ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇവിടെ നിൽക്കാം. അതിൻ്റെ ഗോൾഡൻ ഹെൽമെറ്റ് നമ്മളെ തലയിട്ട് ഗൈസ്. ഗോൾഡൻ ഹെൽമെറ്റ് ഇങ്ങനെ നമ്മളെ തലയിലുണ്ട്. നമുക്ക് ഇടുന്ന ഒരു അടി കിട്ടിയ പോലെ ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചാണ്ട് ഹെൽത്തി ആയി നിൽക്കാം. ഏതായാലും നമ്മൾ വില്ലേജ് നല്ല പന്നിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഔട്ടർ വില്ലേജ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ട് ഗൈസ്. എൻ്റെ പേര് എനിക്ക് പണ്ടൊക്കെ അറിയായിരുന്നു ഗൈസ് എൻ്റെ പേര്. പക്ഷെ ഇപ്പം ഞാൻ മറന്നുപോയി എന്താ പേരെന്ന്. അപ്പോൾ എല്ലാം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഔട്ടർ വില്ലേജ് കാണിച്ചു തരാം ഞങ്ങൾക്ക്. എന്താ ഓണായി എന്താ അടിച്ചടിച്ച് അങ്ങോട്ട് കയറി ചെല്ലല്ലേ. അപ്പോൾ ഏതായാലും നേരെ ഔട്ടറിന് നേരെ കോട്ടയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അവിടെ ഒന്നാണെന്നാണ് കേട്ടത്. അത് തന്നെയാണ് കാണിക്കുക. അതാ കാണുന്നതാണ് നമ്മൾ ഔട്ടർ വില്ലേജ്. പക്ഷെ അവിടെ പോകാത്തക്കും ഡേഞ്ചർ ഒന്നാണ്. പിന്നെ നമ്മളെ എനിമീസ് മുഴുവൻ അവിടെ ഉണ്ട് ഗൈസ്. പക്ഷെ സോംബി അങ്ങനത്തെ ഒന്നല്ല, വേറൊരു ഒരു ഗ്രേ മാറ്റർ. നമ്മളെ വില്ലേജിൻ്റെ പോലത്തെ ഒരു ഗ്രേ ടൈപ്പ്. പക്ഷെ എൻ്റെ പേര് എനിക്കറിയില്ല ഗൈസ്. നമ്മളെ വില്ലേജറിൻ്റെ പോലെയുള്ള ഗ്രേ മാറ്റർ പോലത്തെ ടൈപ്പാണ് ഐറ്റങ്ങൾ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അവിടെ ജസ്റ്റ് ഒന്ന് പോയി കാണിക്കാം. ഞാൻ വിചാരിച്ചു വില്ലേജറാണല്ലോ ഗൈസ്. വില്ലേജർ തന്നെയാണ്. ദൈവം എടുത്ത് വില്ലേജർ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം. ഒന്ന് അടിച്ച് എന്തുണ്ടാവും നോക്കണം ഗൈസ്. അവനെന്താ പറ്റിയ സ്പോട്ട് വന്ന് നമ്മളെ തീർക്കും. അതുകൊണ്ട് അത് നിൽക്കുന്ന നല്ല പരിപാടിയല്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഒന്ന് അവിടെ പോയി നോക്കാം.
ജസ്റ്റ് ഒന്ന് ദൂരത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. കാരണം അവിടെ പോകണമെന്ന് പറയുന്നത് റിസ്ക്കാണ്. കാരണം അവർ നമ്മളെ കണ്ട സ്പോട്ട് അവരുടെ കയ്യിൽ 50 വില്ലുണ്ടാവും. സ്പോട്ട് നമ്മളെ തീർക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പോവാം. നമ്മൾ അത്ര പെട്ടെന്ന് അവർ നമ്മളെ കാണില്ല, ഇവിടെ എത്തും ചെയ്യും ഗൈസ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ട നമ്മൾ അയങ്കുളത്തെ തോന്നുന്നു ഗൈസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെല്ലെ ഒരു കാഴ്ച കാണിച്ചു തരാം ഗൈസ്. പക്ഷെ അവർക്ക് അത്ര പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല ഗൈസ്. അയങ്കുളത്തെ കാര്യം തീർത്ത് ഗൈസ്. അപ്പം നമുക്ക് നേരെ മെല്ലെ ജസ്റ്റ് മെല്ലെ ഇതിനങ്ങനെ കാണിച്ചു തരാം. അത് അവരവിടെ ഗൈസ് കണ്ട് ഇവിടെ കണ്ടാ നേരെ നമുക്ക് വില്ലേജ് പോവാം. ഗൈസ് അവൻ നമ്മളെ തീർത്ത് എങ്ങനെയെങ്കിലും ജസ്റ്റ് മെല്ലെ അവിടെ പോയിട്ട് തീർക്കാൻ നോക്കണം. വാളെടുക്കണം ഗൈസ്. വാളില്ലാതെ നമുക്ക് വാളെടുത്തിട്ട് നേരെ പോയിട്ട് തീർക്കാം. നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് വാളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇതുകൂടി ഒന്ന് എടുത്തിടാം ഒരു സേഫ്റ്റിക്ക് ഗൈസ്. ഇനി മുട്ടി നമ്മൾ പൊട്ടിക്കും. ഇനി നമുക്ക് നേരെ ഔട്ടർ വില്ലേജ് പോകാം ഗൈസ്. അപ്പം ഞാൻ നമ്മൾ ഔട്ടർ വില്ലേജ് പോയിട്ട് നമ്മൾ സംഭവം എടുത്തിട്ട് നമ്മൾ വരും ഗൈസ്. നമ്മൾ കൊന്ന സ്ഥലത്ത് എത്തിയിരുന്നു. പക്ഷെ ഇവിടെ ആരുമില്ല. അപ്പോൾ തന്നെ നമ്മൾ ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ പാക്ക് ചെയ്തൊക്കെ നേരെ പൊക്കുക ഗൈസ്. അത്രേ ഉള്ളൂ. ഐറ്റംസൊക്കെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ആരുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കയറി വെക്കട്ടെ ഗൈസ്. ഇവിടെ നമ്മളൊരു അയങ്കുളത്തെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അയങ്കുളത്തൊക്കെ അവർ കൊന്ന് ഭയങ്കരമൊന്നുമില്ല ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് എന്നാൽ ഞാൻ തീർക്കും. അത്ര ഉള്ളു ഗൈസ്. ഇവിടെ ഒരാളും കാണില്ലല്ലോ ഗൈസ്. വെറുതെ പോയി പണി വാങ്ങണ്ടെന്ന് പറഞ്ഞ പോലെ ഗൈസ്. ഇവിടെ എന്താണ് ഇവിടെ നേതാവുണ്ട് ഗൈസ്. ഇവിടെ നേതാവുണ്ട്. ഇതൊക്കെ ഗൈസ് കണ്ട് യാറപ്പി കണ്ട് എല്ലാവരും കണ്ട് ഗൈസ്. കണ്ട് നേതാവുണ്ട്. കൊന്നാൽ ഇവിടെ തലയിലുള്ള സാധനം അതാ ഞാൻ കൊന്ന്. അത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പുല്ല. ഇവിടെ നമ്മളെ തീർത്ത ഗൈസ്. അപ്പോൾ പിന്നെ നേരിട്ട് പോയി തീർക്കാനാണ് നമ്മളെ പ്ലാന്. നേരെ പിന്നെ ആദ്യം തീർക്കാം. അങ്ങനെ തീർത്തിട്ടുണ്ട്. നേരെ മറ്റേ അവിടെ തന്നെ ഒക്കത്തിനാണ് തീർത്തിട്ടുണ്ട്. ഞാനൊക്കെ വില്ലേജ് ഇപ്പോൾ നമ്മുടെ അവരെ കളി ഗൈസ്. അതെനിക്ക് നൈഫ് പോയൊന്നുമില്ല. വാള് പോയിട്ട് നമ്മൾ വാളെടുത്താണ്ടേക്ക് പോവാം. അപ്പോൾ വാള് പോലെയാണ് നമ്മളോട് അവരെ കളി. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ എന്തൊക്കെ ഡെവലപ്മെൻ്റാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമ്മളൊരു അയങ്കോളം ഇവിടെ ഉണ്ട്. അവിടെ 2 അയങ്കോളം ഉണ്ടായിരുന്നു. 2നെ അവർ കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ അയങ്കോളത്തെ പിടിച്ചു കൊണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇവിടെ ഉണ്ടാകുമ്പോൾ അവനെ പൊക്കാൻ അവർ വരട്ടിയിട്ട് ഇടും ഗൈസ്. അപ്പോൾ ഏതായാലും ഇത്ര വീഡിയോകൾ അടുത്ത വീഡിയോ കാണാൻ. ബൈ. തലേനെ കൊന്ന കാര്യം ഇവിടെ അറിയിക്കേണ്ടത് ഗൈസ്. അതിന് വേണ്ടി എൻ്റെ കൊമ്പ് വിടാതെ മൊത്തം ഗൈസ്. അതായത് ഇവിടെ കുത്തിയിട്ടുണ്ട്. എൻ്റെ കൊമ്പ് പോയിട്ട് അവരൊക്കെ വരും ഗൈസ്. ഏതായാലും ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത്ര വീഡിയോ നമ്മൾ കഴിച്ചാൽ തിരിച്ച് എത്തിയിട്ട് പണിക്കാർ കിട്ടും. ആലോചിക്കട്ടെ ഗൈസ്. ഇവിടെ നീക്കൊന്നും വേണം. തലേനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. തലേൻ്റെ കൊമ്പൊക്കെ നമ്മൾ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മുട്ടി ഞാൻ പൊട്ടിക്കും. അപ്പോൾ അത്ര ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.